বোলে চা, a king should never leave his kingdom. তাত কোনো ৰজা নাই। লতা মংগেশকাৰ মৰিলে, কিবা এটা কৰিলে তাহাঁতি? নাই কৰা। ৰাজেশ খান্না মৰিছে, এটা নিউজ এটা ওলাইছে, ৰাজেশ খান্না ডাইড। মোৰ তাত ৰজা নাই। মই বোলো চা, মই অসমত যদি মই মৰোঁ এসপ্তাহ বন্ধ হৈ যাব। I live like that. তাত সেইকাৰণে মোক ভয় কৰে, মোক নামাতে। তোক মাতিবলৈ ভয় কৰে, মই গালি পাৰি দিওঁ। যাক তাক যি টি কৰি দিওঁ নহয়। ৰোহিত শেট্টি ইমান ডাঙৰ ডিৰেক্টৰ, তাৰ চিনেমা গান গাবলৈ মাতিছে, মই বোলো গানটো পচন্দ হ'লে বনাই গাওঁ, বাই বাই। ৰোহিত শেট্টিয়ে কৈছে ये कैसा आदमी है? প্ৰীতমে কৈছে ये ऐसा ही है, ये राजा है। তহঁতৰ কাম আছে, ইয়াত আহিবি। মই নাযাওঁ, I will never go. ആരായിരുന്നു സുബിൻ ഗാർഗ്? മേഘാലയയിൽ ജനിച്ച് അസമീസ് സംഗീത ലോകത്തെ തലമുറകളുടെ ഗായകൻ എന്നും ബ്രഹ്മപുത്രയുടെ ശബ്ദമെന്നും വിശേഷിപ്പിക്കപ്പെട്ടയാൾ. അസമീസ് നോർത്ത് ഈസ്റ്റ് പുതുതലമുറയെ മാത്രമല്ല, ബോളിവുഡിനെയും ആവേശിച്ച ഗായക വ്യക്തിത്വം. ഒരുപക്ഷെ അസമീസ് മലനിരകളുടെ മുഴക്കവും ഈണവുമുള്ള പ്രതിധ്വനികൾ കേൾപ്പിച്ച ഭുപൻ ഹസാരിയയ്ക്ക് ശേഷം ചരിത്രം സൃഷ്ടിച്ച ഗായകൻ, ആക്ടിവിസ്റ്റ്, പരിസ്ഥിതി പ്രവർത്തകൻ, പ്രായം കൊണ്ട് 50കളുടെ പ്രതിനിധി. പാട്ടുപാടലും സംഗീതവും മാത്രമല്ല, പാട്ടെഴുത്തും സംവിധാനവും രാഷ്ട്രീയ നിലപാടുകൾ വിളിച്ചു പറയലുമായി ജീവിച്ച സാമൂഹിക ഉത്തരവാദിത്വമുള്ള കലാകാരൻ. അവിചാരിതമായ വിയോഗം സംഭവിച്ചത് സിംഗപ്പൂർ യാത്രയിൽ സ്കൂബ ഡൈവിങ്ങിനിടെ കടലിൽ വെച്ച്. അസം മാത്രമല്ല, രാജ്യം ഞെട്ടി ആ വിയോഗ വാർത്ത കേട്ട്. ഗായകനെ സ്മരിച്ച് പ്രധാനമന്ത്രി മുതൽ അസം മുഖ്യമന്ത്രി അടക്കം എത്രയോ പേർ. മൻ കി ബാത്തിലും മോദി ഗാർഗിനെ അനുസ്മരിച്ചു. അസം സാംസ്കാരിക പൈതൃകത്തിലെ തിളങ്ങുന്ന രത്നമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വടക്ക് കിഴക്കിൻ്റെ സാംസ്കാരിക ഭൂപ്രകൃതിക്ക് ഗാർഗിൻ്റെ സംഭാവന എക്കാലവും ഓർമ്മിക്കേണ്ടി വരുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ആ ആദരവ് മഹാനായ ഈ ഐക്കണോ ക്ലാസിക് ഗായകൻ അർഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് സുബിൻ ഗാർഗിൻ്റെ നിലപാടുകളുടെ പേരിൽ എതിർത്ത നേതാക്കളെല്ലാം ഇപ്പോൾ സുബിൻ ഗാർഗിനെ വാഴ്ത്തുകയാണ്. ൽ പുറത്തുവന്ന ബോളിവുഡ് ചിത്രത്തിലെ യാ ആലി എന്ന ഗാനം ഹിന്ദി ലോകത്ത് സുബിൻ ഗാർഗിനെ ശ്രദ്ധേയനാക്കി. 33 വർഷത്തെ കരിയറിൽ 30-ലധികം ഭാഷകളിലായി 38,000-ഓളം പാട്ടുകൾ. വലിയ സംഗീത പാരമ്പര്യമുള്ള കുടുംബം. പക്ഷേ വിയോഗങ്ങളും വേദനകളും കുടിയിരുപ്പുണ്ടായി അവിടെ. സുബിനെ ഏറ്റവും സ്വാധീനിച്ച പ്രമുഖ ഗായികയും നടിയുമായിരുന്ന സഹോദരി ജോങ്കി ബൊർത്താക്കൂർ 3 വർഷം മുൻപാണ് വാഹനാപകടത്തിൽ മരിച്ചത്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപെട്ട ഗായകൻ നിരവധി നിരാലംബരായ കുട്ടികളെ ദത്തെടുത്തു. വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി. അസമീസ് അത്ലറ്റ് ഹിമാദാസിനോട് കൂടുതൽ കരുത്ത് കിട്ടാൻ ബീഫ് കഴിക്കാൻ ഉപദേശിച്ച് വിവാദത്തിലായി. 2019 സുബിൻ ഗാർഗ് പറഞ്ഞു, ജാതീയത നിറഞ്ഞ ജനുസ് ബ്രാഹ്മണരെ കൊല്ലണം, ഞാനും ബ്രാഹ്മണനാണ്. വൻ വിവാദമായി അത്. ശ്രീകൃഷ്ണൻ ദൈവമല്ല, മനുഷ്യനാണ്. തനിക്ക് ജാതിയില്ല, മതമില്ല, ദൈവമില്ല, സ്വതന്ത്രനാണ്, കാഞ്ചൻജൻഗയാണ് ഞാൻ, ഗായകൻ പറഞ്ഞു. മരണത്തിലെ ദുരൂഹത നീങ്ങിയിട്ടില്ല. ഭാര്യ ഗരിമ സാക്കിയ ഗാർഗ് രോഷത്തിലും നിരാശയിലുമാണ്. ലൈഫ് ജാക്കറ്റ് ധരിക്കാത്തതാണ് അപകട കാരണമായി സർക്കാർ പറയുന്നത്. സുബിൻ നടത്തിയ കപ്പൽ യാത്രയെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടില്ല. കപ്പലിൽ ഉണ്ടായിരുന്നവരെ സംശയിക്കുന്നുവെന്ന് ഭാര്യ പറയുന്നു. സിംഗപ്പൂരിലെ നോർത്ത് ഈസ്റ്റ് മ്യൂസിക് ഫെസ്റ്റ് സംഘാടകൻ ശ്യാം കനു മഹന്തയെയും മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
ഗായക സംഘത്തിലെ ശേഖർ ജ്യോതി ഗോസ്വാമിക്കെതിരെയും അസം പോലീസിന്റെ എഫ്ഐആർ ഉണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഭയമില്ലാത്ത പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ സുബിൻ ഗാർഗ് നിലപാടെടുത്തിരുന്നു. പ്രതിഷേധങ്ങളിൽ പാട്ടുമായി എത്തി. CAA വിരുദ്ധ പ്രതിഷേധത്തിൽ സുബിൻ പറഞ്ഞവ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഹിമന്തയെപ്പോലുള്ളവർക്ക് അത്ര രസിച്ചിരിക്കില്ല അന്ന്. എന്നാൽ സുബിൻ ഗാർഗിനെ ഇത്രമേൽ പുകഴ്ത്താൻ ഇപ്പോൾ അസം തെരഞ്ഞെടുപ്പ് ഒരു കാരണമാകാം എന്നതാണ് ഉയരുന്ന വിമർശനം. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംഭവിച്ച തോൽവിയുടെ സമയത്താണ് ഗാർഗിന്റെ മരണം. 40-അംഗ സഭയിൽ 2020 9 സീറ്റുകളിൽ നിന്ന് ഇത്തവണ 5ആയി. ഇതിനെക്കുറിച്ച് ഹിമന്ത പറഞ്ഞു. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തിയുണ്ടായിരുന്നു. പക്ഷേ സുബിൻ ഗാർഗിന്റെ ദാരുണമായ വിയോഗം മൂലം പ്രചാരണം നിർത്തിവെച്ചത് തോൽവിയെ ബാധിച്ചിരിക്കാം എന്നാണ്. എന്നാൽ സെപ്റ്റംബർ 22 തെരഞ്ഞെടുപ്പ് സമയത്ത് കൊക്രജാർ, ചിരാങ്, ബക്സ, ഉദൽഗുരി, തമിൽപൂർ ജില്ലകളിലെ ബോഡോലാൻഡ് മേഖലയിൽ വ്യാപക പ്രചരണം BJP നടത്തിയിരുന്നു. പക്ഷെ ജയം ഒപ്പമുണ്ടായില്ല. അഗ്രാമ മൊഹിലാരി നയിക്കുന്ന BJP മുൻ സഖ്യകക്ഷിയും ഇപ്പോഴത്തെ എതിരാളികളുമായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് BPF കൗൺസിലിൽ 28 സീറ്റിന്റെ മേധാവിത്വം നേടി. ഏതായാലും ഗാർഗിന്റെ മരണത്തിലൂടെ അസം രാഷ്ട്രീയത്തിലുണ്ടായത് ഏറ്റെടുക്കലുകളാണ്. കാരണം ആ ഗായകന്റെ ആരാധനാലോകം അത്രമേൽ വിപുലമാണ്. വോട്ടെടുപ്പ് നടക്കാനുണ്ട് അസമിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ.